നിങ്ങളെപ്പോലെ ഞാനും കാത്തു നിൽക്കുന്നു അഖിലിന്റെ തീരുമാനമറിയാൻ. Yes, thumbs up. Akhil, walk in. Congratulations, Akhil. ധീരമായി തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ. All the best. Thank you, sir. സോ ഈ മത്സരത്തിൽ ഹോട്ട് സീറ്റിൽ അഖിൽ ഇരുന്ന് എന്നോട് മത്സരിക്കുന്നതിന് മുൻപ് 25,000 രൂപയുടെ ആദ്യ മേഖലയായ വിപരീത സമസ്യയിൽ അഖിൽ ഒരു വ്യക്തിയെ വിചാരിക്കണം. എല്ലാ വിഷയങ്ങളും ആ സ്ഫടികപാത്രത്തിലുണ്ട്. അതിൽ നിന്ന് അഖിൽ നറുക്കെടുക്കുന്ന അഖിലിന്റെ ഭാഗ്യ വിഷയത്തെ അധികരിച്ചായിരിക്കണം ഒരു വ്യക്തിയെ വിചാരിക്കേണ്ടത്. അഖിൽ വിചാരിക്കുന്ന വ്യക്തിയെ അഖിലിനെ വിജയവഴികളിലേക്ക് നയിക്കുവാൻ മഹത്തായ നിർദ്ദേശം നൽകുന്ന മഹതിയായ വഴികാട്ടി ഇവിടെയുണ്ട്. ഇവർ നോബൽ ഗൈഡ് ശ്രീമതി ഭാഗ്യലക്ഷ്മി അഖിൽ വിചാരിക്കുന്ന പേര് അംഗീകരിക്കണം. ഒപ്പം അഖിലിന് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളോടെ 5 തവണ അഖിലിന് ഉത്തരം പറയാൻ സഹായിക്കാൻ നമ്മുടെ IT ഗൈഡ് ഇവിടെയുണ്ട്, നിമ്മിയും. സോ ഓൾ ദി ബെസ്റ്റ്. യു ക്യാൻ പിക്ക് യുവർ സബ്ജക്ട് മാം. അഖിൽ വിചാരിക്കുന്ന ആ പേര് ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിച്ചാൽ, IT ഗൈഡ് അഖിലിനെ സഹായിക്കാം എന്നുറപ്പ് തന്നാൽ, അപ്പോൾ നമുക്ക് കടക്കാം വിപരീത സമസ്യയുടെ വർണ്ണാഭമായ ചോദ്യങ്ങളുടെ ആ മേഖലയിലേക്ക്. യജ്ഞം. എന്തു പറ്റി അഖിൽ? മുഖത്ത് കുറെ ലൈറ്റ് അടഞ്ഞതുപോലെ. ആ വിഷയത്തെക്കുറിച്ച് അഖിലിന് ധാരണയില്ല എന്നുള്ളതാണോ ഒരു വ്യക്തിയെ വിചാരിക്കാൻ? ആണ്. അങ്ങനെയാണെങ്കിൽ അഖിലിന്റെ മുന്നിൽ മറ്റൊരു അവസരമുണ്ട്. മറ്റൊരു ലോട്ട് എടുക്കാം. പക്ഷേ എനിക്ക് 2 ചോദ്യങ്ങൾ ബോണസായി ലഭിക്കും. ഇപ്പോൾ അഖിലിനോട് 18 ചോദ്യങ്ങളെ എനിക്ക് ചോദിക്കാൻ അനുവാദമുള്ളൂ. എനിക്കിനി 20 ചോദ്യങ്ങൾ വരെ ചോദിക്കാം. അഖിലിന് മറ്റൊരു നറുക്കെടുക്കാൻ അവസരം തന്നാൽ എടുക്കാം. യെസ്, ക്യാരി ഓൺ. Please take your seat. അങ്ങനെ യാഗത്തിൽ മുഹമ്മദ് റാഫിയെ എല്ലാം കണ്ടുപിടിച്ച് സമ്മാനം നേടി ധീരമായ യജ്ഞത്തിലേക്ക് പ്രവേശിച്ചു. അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നിങ്ങൾ എന്നോടൊപ്പമോ അഖിലിനോടൊപ്പമോ? ഞങ്ങൾ തീർച്ചയായും അഖിലിനോടൊപ്പമാണ്. അഖിലിനോടൊപ്പം. ശരി. എന്നാൽ കുറച്ചു പേരെങ്കിലും ഉണ്ടാകും ഇവരിൽ എന്നോടൊപ്പം. അവർ എനിക്കും അഖിലിനും വേണ്ടി കരഘോഷം മുഴക്കട്ടെ. നമുക്ക് ആരംഭിക്കാം. അഖിൽ വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. ഉണ്ട്. ഉണ്ട്. പുരുഷൻ? അല്ല. അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? അതെ. രാഷ്ട്രീയമാണോ പ്രധാന പ്രശസ്തി? അല്ല. അല്ല. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അതേ മേഖലയിൽ പ്രശസ്തി നേടിയവരുണ്ട്? ഇല്ല. ഇല്ല. ഗുഡ്. സാഹിത്യമാണോ? അതെ. ആണ്. ചെറുകഥ, നോവൽ ഇതിലൊന്നാണോ പ്രധാന മേഖല? രണ്ടും ഉണ്ട്. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 8 ചോദ്യങ്ങൾ എന്നല്ല, എനിക്ക് ഇനിയും ഉണ്ട് 10 ചോദ്യങ്ങൾ. കാരണം അഖിൽ 2ാം വട്ടം ലോട്ടെടുത്തത് കൊണ്ട് എനിക്ക് 2 ചോദ്യങ്ങൾ ബോണസ് കിട്ടി. ചിലപ്പോൾ ആ 2 ചോദ്യങ്ങളാകുമോ ക്രൂഷ്യൽ? പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സങ്കടമാവും അല്ലേ? ഇല്ല, ഞാൻ മനസ്സറിഞ്ഞെടുത്ത തീരുമാനമല്ല. മനസ്സറിഞ്ഞെടുത്ത തീരുമാനം. 11ാമത്തെ ചോദ്യം. ബൈ റിലിജിയൻ ഈസ് ഷീ ഹിന്ദു? നോ. നോ. അല്ല. 12. അവർ എഴുതുന്നത് പ്രധാനമായും മലയാള ഭാഷയിലാണോ? അതെ. ആണ്. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സാഹിത്യമല്ലാതെ മറ്റേതെങ്കിലും മേഖലകളിലൂടെ അവർ ബന്ധപ്പെടുകയും, അതെന്തുമാകാം, രാഷ്ട്രീയമാകാം, സാമൂഹ്യ പ്രവർത്തനമാകാം, ഏതെങ്കിലും മേഖലകളിൽ അവർ ബന്ധപ്പെടുകയും ജനമനസ്സിലെത്തുകയും ചെയ്തിട്ടുണ്ടോ?
ഉണ്ട്. 14 ചോദ്യങ്ങളായി. 4 ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ 2 ബോണസ് ചോദ്യങ്ങളാണ്. അതിലാണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ അയ്യോ സങ്കടമാണ്. ഒതപ്പ്, അലാഹയുടെ പെൺമക്കൾ, ഇതിൽ വല്ലതും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഈ കൃതികൾ വായിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും കർമ്മത്തിലൂടെ നിർവഹിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതെ. ഉണ്ട്. പട്ടാമ്പി സംസ്കൃത കോളേജിൽ താങ്കൾ വിചാരിച്ച വ്യക്തി അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അഖിൽ വിചാരിച്ച വ്യക്തി ആര്? വ്യക്തി മലയാളിയുടെ അക്ഷരലോകത്തിൽ തൻ്റെ ശക്തമായ കാഴ്ചപ്പാടുകൾ ക്രിയാത്മകവും സർഗാത്മകവുമായ രചനകളിലൂടെ കാട്ടിത്തന്ന അലാഹയുടെ പെൺമക്കൾ എഴുതിയ, ഒതപ്പ് എഴുതിയ, അധ്യാപികയായിരുന്ന, സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ചെയ്ത, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച, അതിനൊക്കെ ശേഷം എന്നെ വളരെയധികം എൻ്റെ മനസ്സിനെ, എല്ലാവരുടെയും മനസ്സിലെ ഒരു വിങ്ങലാക്കി മാറ്റിയ ഒരു കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച് അതിനെ ശക്തമായി പ്രതികരിച്ചു അവർ. സോ അഖിലിന് കിട്ടിയ വിഷയം വനിതാ എഴുത്തുകാർ എന്ന വിഷയത്തെക്കുറിച്ച് കിട്ടിയപ്പോൾ സാറ ടീച്ചറിന്റെ മനസ്സിൽ വിചാരിച്ചു നല്ല കാര്യം. സാറ ജോസഫ് 1946 ഫെബ്രുവരി 10 തൃശൂർ ജില്ലയിലെ കുരിയാച്ചിറയിൽ ജനിച്ചു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ മേഖലകളിൽ പ്രശസ്തി നേടിയ ഇവർ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ്. അലാഹയുടെ പെൺമക്കൾ, പുതുരാമായണം, ഒടുവിലത്തെ സൂര്യകാന്തി എന്നിവയാണ് പ്രധാന കൃതികൾ. പക്ഷേ ഇനി അലാഹയുടെ പെൺമക്കളും ഒതപ്പുമൊക്കെ വായിച്ചു എന്ന് ഞാൻ ചോദിക്കുമ്പോൾ വായിച്ചില്ല എന്ന് പറയരുത്. നിമ്മി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത് അശോഭഹാരം. ഒപ്പം മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപയുടെ ക്യാഷ്. 25,000-ൽ നിന്നും പാമ്പ് താഴേക്ക് വലിച്ചത് 2500-ലേക്ക്. നിമ്മി, അഖിലിനോട് ഞാൻ ചോദിച്ച പുസ്തകങ്ങൾ അലാഹയുടെ പെൺമക്കളോ ഒതപ്പോ വല്ലതും നിമ്മി വായിച്ചിട്ടുണ്ടോ? നിർഭാഗ്യവശാൽ എനിക്കും ഇതുവരെ വായിക്കാൻ പറ്റില്ല. വായിക്കണം. കാരണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരാം, വായിച്ചില്ലെങ്കിലും വളരാം. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും.